നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയിലേക്ക് പോയതോടുകൂടി CBI അന്വേഷണം ആവശ്യപ്പെട്ടവർ ഹൈക്കോടതിയിൽ എത്തിയതോടെ ചില കേന്ദ്രങ്ങളിൽ ഒരു ഭയം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ CPM-ന്റെ സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് CBI അന്വേഷണം വേണ്ട, ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി MV ഗോവിന്ദൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. CBI അന്വേഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല, CBI കൂട്ടിലടച്ച തത്തയാണ് എന്ന്. അതായത് നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞ MV ഗോവിന്ദനാണ് ഇപ്പോൾ ആ കുടുംബത്തിന്റെ ആവശ്യമാണ് CBI അന്വേഷണം വേണമെന്നുള്ളത്. പക്ഷേ അത് വേണ്ട എന്ന് CPM തന്നെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ശരിക്കും അവരുടെ ഭയമാണോ ഇത്? അതാ മനസ്സിലാവാത്തത്. ഇവിടെ ഒരു CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന കൊല്ലപ്പെട്ട നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയാണ്. ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോൾ ഈ ഹർജി. CBI അന്വേഷണം വേണോ വേണ്ടയോ എന്ന കാര്യം. അതിനിടയിൽ സ്വന്തം മൂട്ടിൽ തീ പിടിച്ചതുപോലെ ഗോവിന്ദൻ എന്തിനാണ് ഓടുന്നത്? ഗോവിന്ദൻ എന്തിനാണ് CBI അന്വേഷണം വേണ്ട എന്ന് ആദ്യമേ തന്നെ പ്രഖ്യാപിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇവിടെ ഹൈക്കോടതി വേണ്ടല്ലോ. CPM പാർട്ടിയും പാർട്ടി കോടതിയും ആ പാർട്ടി കോടതിയുടെ അമരത്തിരിക്കുന്ന MV ഗോവിന്ദനും ഒക്കെ മതിയല്ലോ ഇവിടെ കാര്യങ്ങൾ നിശ്ചയിക്കാൻ. സർക്കാരിനോടും CBIയോടും തങ്ങളുടെ നിലപാട് അറിയിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. CBI അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന മഞ്ജുഷയോട് ഈ ആത്മഹത്യ എന്നല്ലേ പുറത്തേക്ക് ഈ വാർത്തകളൊക്കെ വന്നത് എന്ന് കോടതി സംശയം ചോദിച്ചു. അത് കോടതിയുടെ ഒരു സംശയം പ്രകടിപ്പിക്കലായിരുന്നു. മഞ്ജുഷയുടെ അഭിഭാഷകൻ ശക്തമായി പറഞ്ഞു, ഈ അന്വേഷണ സംഘം ഒരു പ്രഹസനമാണ്, സർക്കാർ രൂപീകരിച്ചിരിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു പ്രഹസനമാണ് എന്ന് പാർട്ടി ഒപ്പമുണ്ട് എന്ന് പറഞ്ഞ നവീൻ ബാബുവിന്റെ കുടുംബാംഗമാണ് പറയുന്നത്, നവീൻ ബാബുവിന്റെ ഭാര്യയാണ് പറയുന്നത്. ആ അന്വേഷണ സംഘം പ്രഹസനമാണ്. ആദ്യം കേസ് അന്വേഷിച്ച സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പ്രഹസനം എന്നല്ല ഏറ്റവും വലിയ അട്ടിമറിയാണ് നടത്തിയത്. അപ്പോൾ രണ്ടാമത് കേസ് അന്വേഷിക്കാൻ വന്നവരുടെ ലക്ഷ്യം തെളിവുകൾ അട്ടിമറിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ മഞ്ജുഷ പറഞ്ഞിരിക്കുന്നത്. നീതി കിട്ടണമെങ്കിൽ CBI പോലൊരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച മഞ്ജുഷയ്ക്ക് കേരളത്തിന്റെ പരിപൂർണ പിന്തുണയുണ്ട്. അതുപോലും മനസ്സിലാക്കാതെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്നതിന്റെ ഒരു അഹങ്കാരത്തിൽ ഒരു പാർട്ടി സെക്രട്ടറി CBI അന്വേഷണം വേണ്ട എന്ന് പ്രഖ്യാപിക്കുക. പിന്നെന്തിനാണ് ഇവിടെ ഒരു ഭരണകൂടം? CBI അന്വേഷണം വേണോ വേണ്ടയോ എന്ന നിലപാട് പറയേണ്ട ഉത്തരവാദിത്വം പോലീസ് സംവിധാനത്തിലാണ്. DGPയും ADGPയും ഒക്കെ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ സുതാര്യമായ ഒരു അന്വേഷണമല്ലേ ഇക്കാര്യത്തിൽ നടത്തേണ്ടത്? പോലീസ് സേനയ്ക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എങ്കിൽ അത് തുറന്ന് സമ്മതിക്കണ്ടേ? അതല്ല, ഗോവിന്ദൻ പറയുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചത് ശരിയായിരുന്നുവെങ്കിൽ ഗോവിന്ദൻ പറയണം, ഈ അന്വേഷണം ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയണം. അത് പറയാതെ CBI തല്ലി ഓടിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. ഇതിൽ നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത്, അതായത് അന്വേഷണം പ്രഹസനം മാത്രമാണ് എന്നാണ്. അതായത് ഈ തുടക്കത്തിൽ തന്നെ CPM ഇതിനെ പ്രതിരോധിച്ചത് ഞങ്ങൾ അതായത് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ കൊണ്ടുവന്നു എന്നാണ്. പക്ഷെ നവീൻ ബാബുവിന്റെ കുടുംബത്തിൽ അവിടെ മൊഴിയെടുക്കാൻ ചെന്നത്, പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടും അവിടെ മൊഴിയെടുക്കാൻ ചെന്നത് ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മാത്രമാണ്. അപ്പോൾ ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഞങ്ങൾ നിയമിച്ചു എന്ന് പറയുന്നത് ഒരു കണ്ണിൽ പൊടിയിടൽ മാത്രം. ഇപ്പോൾ പക്ഷേ CBI വരുമ്പോൾ അതിനെ ഭയക്കുന്നു. ശരിക്കും ഈ CBI വന്നാൽ അത് കണ്ണൂരിലെ ചില പ്രബല ശക്തികളിലേക്ക് അന്വേഷണം പോകുമെന്നുള്ളത് കൊണ്ടാണോ? യഥാർത്ഥ കൊലപാതകികൾ പുറത്തു വരുമെന്ന് ഭയമുണ്ട് MV ഗോവിന്ദന്. ആ ഭയമാണ് PP ദിവ്യയെ സംരക്ഷിച്ചു നിർത്തുന്നതിൽ ഈ പാർട്ടിയെ ഇത്രയധികം പ്രേരിപ്പിച്ചത്. ആ ഭയമാണ് PP ദിവ്യ ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ അവരെ സ്വീകരിക്കാൻ MV ഗോവിന്ദൻ സ്വന്തം ഭാര്യയെ വരെ അയക്കുന്നതിൽ എത്തിച്ചേർന്ന് നിന്നത്. PP ദിവ്യ ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ വലിയ രക്തസാക്ഷി പരിവേഷം നൽകി പാർട്ടി ചുവന്ന ഹാരമൊക്കെ അണിയിച്ച് അവരെ ഏറ്റെടുത്തു കൊണ്ടുപോയത് ആ പേടി കൊണ്ടാണ്. യഥാർത്ഥത്തിൽ കണ്ണൂരിൽ നടക്കുന്ന വലിയ മാഫിയ പ്രവർത്തനങ്ങളുടെ ഏറ്റവും ശക്തമായ ഒരു തെളിവ് മാത്രമാണ് ഈ കൊലപാതകം. അതിലപ്പുറം നിരവധി അധോലോക പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. എത്രയെത്ര കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്, എത്രയെത്ര ഇന്നോവ അതിലൂടെ ചീറിപ്പായുന്നുണ്ട്. നവീൻ ബാബു കൊല്ലപ്പെട്ടു എന്ന വിവരം പോലും പോലീസ് ആദ്യഘട്ടത്തിൽ അട്ടിമറിച്ചു. ആദ്യ ദിനം പത്രങ്ങളിൽ വന്ന മാധ്യമ വാർത്ത നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നവീൻ ബാബുവിനെ ഇത്രയധികം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടും ആരാണ് മാധ്യമങ്ങൾക്ക് ആദ്യം നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത കൊടുത്തത്? നവീൻ ബാബു മരിച്ച ദിവസം കേരളത്തിലെ മാധ്യമങ്ങളിൽ, ചാനലുകളിൽ ഫ്ലാഷ് ന്യൂസായി വന്നത് ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട്. ADM ആത്മഹത്യ ചെയ്ത നിലയിലെന്നാണ്. ആ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ ഞാൻ ഈ വാർത്ത നൽകിയ 1-2 മാധ്യമ പ്രവർത്തകർ, എൻ്റെ സുഹൃത്തുക്കളാണ്, അവരെ വിളിച്ചു.
എന്താണ് ഇത്തരം ഒരു വാർത്തയ്ക്ക് പിന്നിൽ? ഇത് ഒരു ദുരൂഹ മരണമല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞു പോലീസ് പറഞ്ഞ ആത്മഹത്യ എന്ന്. അപ്പോൾ പോലീസ് ആദ്യം തന്നെ ഇത്തരം ഒരു കഥ മെനഞ്ഞു ഒരു വശത്ത്. മറുവശത്ത് പി ദിവ്യ നടത്തിയ അധിക്ഷേപ പ്രസംഗം നവീൻ ബാബു മരിക്കുന്നതിന് ഒരു ദിവസം മുൻപ്, തലേ ദിവസം വൈകിട്ട് കേരളത്തിലെ എല്ലാ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഒക്കെ വൈറലായ വാർത്തയാണ്. അപ്പോൾ തികച്ചും ദുരൂഹമായ അന്ന് രാത്രിയിൽ സംഭവിച്ചത് എന്ത്? ഈ അധിക്ഷേപ പ്രസംഗത്തിന് പിന്നാലെ ഒരു ജില്ലാ ഭരണകൂടത്തിലെ രണ്ടാമത്തെ ഉദ്യോഗസ്ഥനാണ് ADM. അത്തരമൊരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ മരണം. പിന്നീട് ഇപ്പോൾ മഞ്ജുഷ പറയുന്ന കാര്യങ്ങൾ, ഹർജിയിൽ ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ പോരെ. തിടുക്കത്തിൽ ഇൻക്വസ്റ്റ്. എന്തുകൊണ്ട് അവർ ബന്ധുക്കൾ വരുന്നതുവരെ കാത്തു നിന്നില്ല? പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനെതിരെ അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ പ്രതികരിച്ചിരുന്നു. അവിടെ അട്ടിമറി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രതികളിൽ ഒരാൾ പി ദിവ്യയുടെ ഭർത്താവ് അടക്കമുള്ളവർ ആ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. പ്രശാന്തൻ ആശുപത്രിയിലെ ജീവനക്കാരനാണ്. അപ്പൊ ഇത്തരം ഒരു പിടി ദുരൂഹതകൾ മുന്നിൽ നിൽക്കുമ്പോൾ ആരാണ് തിരക്കിട്ട് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ഈ ബോഡി കൊണ്ടുപോയത്? എന്തായിരുന്നു അതിൽ കളക്ടർക്കുള്ള തിടുക്കം? എന്തിനായിരുന്നു കളക്ടർ വെപ്രാളപ്പെട്ടത്? അപ്പോൾ പി ദിവ്യ മാത്രമല്ല, കണ്ണൂർ മേഖലയിൽ നടക്കുന്ന വലിയ ഒരു അഴിമതി, വലിയ മാഫിയ സംവിധാനം നടത്തിയ ഒരു ക്രൂരമായ കൊലപാതകമാണിത്. അത് പുറത്തു വരാതിരിക്കാൻ എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞു കൊലപാതകത്തെ ആത്മഹത്യയാക്കി മാറ്റി. ഇതിലിപ്പോൾ ചില വിമർശനങ്ങൾ, അതായത് ചില ആരോപണങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നത്, അതായത് നവീൻ ബാബു മരിച്ചതല്ല കൊലപ്പെടുത്തിയതാണ് എന്നുള്ള തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം രംഗത്തേക്ക് വരുന്നുണ്ട്. അവർ പറയുന്നത്, അതായത് ഈ കണ്ണൂരിലെ പെട്രോൾ പമ്പ് മാഫിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല ഇത് എന്നാണ്. ക്വാറി മാഫിയകളിലേക്കും ഭൂമി ഇടപാടുകളിലേക്കും അതിന്റെ വ്യക്തമായ ചില വിവരങ്ങൾ നവീൻ ബാബുവിന് അറിയാമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു ഭൂമാഫിയ, അതായത് CPM വലിയ തോതിലാണ് അവിടെ ഭൂമികൾ കൈയടക്കി വെച്ച് ക്വാറി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അതിന്റെയൊക്കെ ചില വിവരങ്ങൾ നവീൻ ബാബുവിന് അറിയാമായിരുന്നോ എന്നുള്ള തരത്തിലും ചില വാദങ്ങളൊക്കെ വരുന്നുണ്ട്. വളരെ കൃത്യമാണ്. കാരണം അന്ന് നവീൻ ബാബു കളക്ടറേറ്റിൽ നിന്ന് ഇറങ്ങി ക്വാർട്ടേഴ്സിലേക്കല്ല എത്തിയത്, റെയിൽവേ സ്റ്റേഷനിലേക്കല്ല എത്തിയത്, വഴിക്ക് മുനീശ്വരൻ കോവിലിന് മുന്നിലാണ് ഇറങ്ങിയത്. മുൻപൊരിക്കലും ഈ ഡ്രൈവർ ഷംസുദ്ദീൻ അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി വിട്ടിട്ടില്ല. അന്ന് രാത്രി, ഇപ്പോൾ കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അന്ന് രാത്രി കണ്ണൂർ സെൻട്രൽ ജയിലിലെ CCTV പരിശോധിക്കണം. ഏതെങ്കിലും തടവുകാരെ ഇറക്കി വിട്ട് ഇത്തരമൊരു കൊലപാതകം നടത്തിച്ചതാണോ ആരെങ്കിലും? ഇതിൽ ദുരൂഹത ഉണർത്തുന്ന ഒരുപിടി സംശയങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഒരു വശത്ത് അത് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. എന്തിനാണ് ഈ പാർട്ടിക്ക് തിടുക്കം? CBI അന്വേഷിക്കേണ്ട, ആത്മഹത്യക്ക് അപ്പുറത്തേക്ക് ഈ കേസിന് മറ്റൊരു മാനം നൽകേണ്ട എന്തിനാണ് ഇത്ര തിടുക്കം? പി ദിവ്യയുടെ ജാമ്യ ഹർജി കോടതി പരിഗണനയ്ക്ക് എത്തിയപ്പോൾ അന്ന് പ്രോസിക്യൂഷൻ ബാധിച്ചത് നമ്മൾ കണ്ടതാണ്. പോലീസ് കോടതിയിൽ കൊടുത്ത FIR നമ്മൾ കണ്ടതാണ്. അതിൽ ആത്മഹത്യ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഒരു ദുരൂഹ മരണം എന്ന് പോലും എഴുതി വെച്ചിട്ടില്ല. അതിന് പോലീസ് കൂട്ടുപിടിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രമാണ്. എന്നാൽ നവീൻ ബാബു എങ്ങനെ മുനീശ്വരൻ കോവിലിന് മുന്നിൽ യഥാർത്ഥത്തിൽ ഈ ഡ്രൈവർ ഇറക്കി വിട്ടോ, മറ്റെവിടേക്കെങ്കിലും അപായപ്പെടുത്തി നവീൻ ബാബുവിനെ കൊണ്ടുചെന്ന് ഇറക്കിയോ, മറ്റേതെങ്കിലും ഗൂഢസംഘത്തിന് മുന്നിൽ അയാൾ ഈ നവീൻ ബാബുവിനെ വലിച്ചിട്ട് കൊടുത്തോ, നമുക്കറിയില്ല. അവിടെ നിന്ന് എങ്ങനെയാണ് നവീൻ ബാബു ക്വാർട്ടേഴ്സിൽ എത്തപ്പെട്ടത്? അല്ലെങ്കിൽ ജീവനുള്ള തരത്തിലായിരുന്നോ നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ എത്തിച്ചത്? അർദ്ധരാത്രി കഴിഞ്ഞ സമയമാണ്, 4 മണിക്കാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. ഈ 4 മണി സമയത്ത് അടുത്തുള്ള ക്വാർട്ടേഴ്സിൽ ആരും പുറത്തൊന്നും ഇല്ലാത്ത സമയമാണ്. ഡോറ് തുറന്നു കിടക്കുന്നു. പുറമേക്ക് ഏതെങ്കിലും ഒരു കൊലയാളി സംഘത്തിന്റെ കയ്യിൽ നവീൻ ബാബുവിനെ എത്തിച്ചു കൊടുത്ത് അവിടെ നിന്ന് കൊലപ്പെടുത്തി ഈ വെളുപ്പാങ്കാലത്ത് അവിടെ കെട്ടിത്തൂക്കിയതാണോ? ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ പോലീസിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം എന്താണ്? നവീൻ ബാബു എങ്ങനെ ഈ ഡ്രൈവറുടെ കൂടെ യാത്ര ചെയ്തു? അദ്ദേഹം ആദ്യം എങ്ങോട്ടേക്കാണ് പോയത്? പോലീസ് ഉറപ്പിച്ച് പറയുന്നില്ല. മുനീശ്വരൻ കോവിലിന് മുന്നിലുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചില്ല. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയോ? അഥവാ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് ഇറക്കി വിട്ട ഡ്രൈവർ ഷംസുദ്ദീൻ കള്ളം പറയുന്നതാണോ? വേണ്ട വിധത്തിൽ ഷംസുദ്ദീനെ പോലും ചോദ്യം ചെയ്തില്ല. CCTV ദൃശ്യങ്ങൾ ഒന്നും പരിശോധിച്ചില്ല. എങ്ങനെയാണ് നവീൻ ബാബു ഈ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്? അതിന്റെ ഒരു വിശ്വസനീയമായ അന്വേഷണ റിപ്പോർട്ട് പൊതുസമൂഹത്തിന് മുന്നിലോ കോടതിക്ക് മുന്നിലോ പോലീസ് വെക്കുന്നില്ലല്ലോ. ഇന്ന് ഹൈക്കോടതി പോലും പറഞ്ഞത് എന്താണ്? ആത്മഹത്യ എന്ന തരത്തിലല്ലേ വാർത്തകൾ വന്നത്. അപ്പോൾ ഹൈക്കോടതിക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ CBI അന്വേഷണത്തിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചിലാണ് ഇതിപ്പോൾ. ഒരുവിധം സർക്കാരിന്റെ അഭ്യാസം ഒന്നും നടക്കില്ല ഹൈക്കോടതിക്ക് മുന്നിൽ.
ഇവിടെ ഇപ്പോഴും പോലീസ് അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ കൊണ്ടുവന്നു എന്ന് വീമ്പടിക്കുമ്പോഴും എന്തുകൊണ്ട് ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ പ്രശാന്തിനെ ക്ലീൻ ചീറ്റ് കൊടുത്ത് മാറ്റി നിർത്തുന്നു? ഈ നവീൻ ബാബു ആത്മഹത്യയിലേക്ക് പോകുന്ന, ഈ ദുരൂഹമരണം എന്ന് തന്നെ നമുക്ക് പറയാം, ആത്മഹത്യ എന്ന് വ്യക്തമാകുന്ന, അതായത് ആ കുടുംബം തന്നെ പറഞ്ഞു ഇതിപ്പോൾ നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയതാണ് എന്ന്. അപ്പോൾ എന്തുകൊണ്ട് ഇതിന്റെ എല്ലാം തുടക്കം ഈ പ്രശാന്തൻ ഒരു ആരോപണം ഉന്നയിക്കുന്നതിൽ നിന്നാണ്. അതായത് നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നുള്ളതാണ്. അതാണല്ലോ ഇതിന്റെ തുടക്കം. പക്ഷെ ഇപ്പോഴും എന്തുകൊണ്ട് പ്രശാന്തനെ ഇവർ മാറ്റി നിർത്തുന്നു? അല്ല, അതിനെ ഒന്ന് റിവേഴ്സ് ഗിയറിൽ ഇടണം. പ്രശാന്തൻ ആരോപണം ഉന്നയിക്കുന്നതല്ല തുടക്കം. അവിടെയാണ് ഈ പോലീസ് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇതിന്റെ തുടക്കം പി ദിവ്യയുടെ അധിക്ഷേപ പ്രസംഗമാണ്. ഈ അധിക്ഷേപ പ്രസംഗത്തിന് ശേഷം ദൃശ്യം സിനിമയിൽ കണ്ടതുപോലെ അവർ തെളിവുകൾ കോർത്തിണക്കുന്നു. പിറ്റേന്നാണ് ഈ പി ദിവ്യയുടെ അധിക്ഷേപ പ്രസംഗവും നവീൻ ബാബുവിന്റെ മരണവും സംഭവിച്ചതിന് ശേഷമാണ് പ്രശാന്തിന്റെ വ്യാജക്കത്ത് പുറത്തു വരുന്നത്. ആ വ്യാജക്കത്ത് പൂർണ്ണ വ്യാജമായിരുന്നുവെന്ന് ഇപ്പോൾ പോലീസും കോടതിയും ഒക്കെ അംഗീകരിച്ചല്ലോ. അത് കൃത്രിമമായി തിരുവനന്തപുരത്ത് ഏതോ കേന്ദ്രത്തിൽ വെച്ച് തയ്യാറാക്കിയതാണ്. അതിൽ ഒപ്പ് പ്രശാന്തിൻ്റെതല്ല. അത്തരമൊരു പരാതി മുൻപ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അത്തരമൊരു പരാതി ലഭിച്ചിട്ടില്ല. അപ്പോൾ അത് വ്യാജ ആരോപണമാണ്, വ്യാജ പരാതിയാണ്. അപ്പോൾ അവിടെ പ്രശാന്തനെ ബോധപൂർവം പിറ്റേന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നു. ഒന്ന്. രണ്ട്, പ്രശാന്തനുമായി ബന്ധപ്പെട്ട ഈ വിഷയം കളക്ടറോട് പി ദിവ്യ സംസാരിച്ചു എന്നത് പി ദിവ്യയുടെ മൊഴിയാണ്. ഇക്കാര്യം പിന്നീട് കളക്ടർ ശരിവെക്കുന്നു. പക്ഷെ കളക്ടർക്ക് വിശ്വസനീയതയില്ല. കാരണം നവീൻ ബാബുവിനെതിരെ ഒരു വ്യാജമൊഴി കൊടുത്ത കളക്ടർ ഇത്തരമൊരു കള്ളം പറയാം. ഇപ്പൊ ദൃശ്യം സിനിമയിൽ ആള് കൊല്ലപ്പെട്ടതിന് ശേഷം ഒന്നൊന്നായി തെളിവുകൾ ഇങ്ങനെ കോർത്തിണക്കുന്നത് പോലെ അവിടെ പ്രശാന്തിനെ പ്ലാൻ ചെയ്യുന്നു, അവിടെ കളക്ടറെ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്യുന്നു. കളക്ടറെ കൊണ്ട് തലേ ദിവസം നവീൻ ബാബു തന്റെ അടുക്കൽ വന്ന് തെറ്റുപറ്റി എന്നൊരു മൊഴി നൽകി എന്നൊരു തെളിവുണ്ടാക്കിയെടുക്കുന്നു. അതിനുശേഷം ഇതേ പ്രശാന്തൻ, അയാളുടെ തന്നെ ഏറ്റവും അടുപ്പക്കാരനാണ്, അയാൾക്ക് മറ്റു ചില ഇടപാടുകളുണ്ട്, ഒരു വിജിലൻസ് ഉദ്യോഗസ്ഥൻ, അയാളെ കാണാൻ പലപ്പോഴും പോകാറുണ്ട്. അയാളുടെ അടുത്ത് പ്രശാന്തൻ ആ മുറ്റത്ത് നിൽക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു. അതിനുശേഷം പ്രശാന്തൻ നവീൻ ബാബുവിന്റെ പിന്നാലെ പാഞ്ഞു ചെല്ലുന്ന ഒരു CCTV ദൃശ്യം പുറത്തുവിടുന്നു. അപ്പോൾ വളരെ ആസൂത്രിതമായി ആദ്യം കൊലപാതകം നടത്തിയതിനു ശേഷം ഇത് കൊലപാതകമല്ല, ആത്മഹത്യയാണ്, നവീൻ ബാബു വലിയൊരു അഴിമതിക്കാരനാണ് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ധാരണയുണ്ടാക്കാൻ കുറേയേറെ തെളിവുകൾ പ്ലാൻ ചെയ്യുന്നു. റിവേഴ്സ് പ്ലാനിങ് ആണത്. അപ്പൊ ആദ്യം കൊലപാതകം, ആദ്യം അധിക്ഷേപ പ്രസംഗം, അതിനുശേഷം കൊലപാതകം. അതിനുശേഷമാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും തെറ്റിദ്ധരിപ്പിക്കാനുമായി ഇത്തരം ചില പ്രയോഗങ്ങൾ. വലിയ ഒരു ക്രൂരത മാത്രമല്ല, വലിയ ആസൂത്രണം ഇതിൽ നടന്നിരിക്കുന്നു. പിന്നീട് പോലീസ് നീങ്ങിയത് എങ്ങനെയാണ്? അപ്പോൾ നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് എന്ന് പോലീസ് അങ്ങ് ഉറപ്പിക്കുന്നു. അതിന് വേണ്ട തെളിവുകളൊക്കെ ജനങ്ങളുടെ മുന്നിൽ കൊടുക്കുന്നു. അതിനുശേഷം ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി പി ദിവ്യ അറസ്റ്റ് ചെയ്യുന്നു. അവിടെ പാർട്ടിയും ഭയങ്കര കൗശലപൂർവ്വം കളിച്ചു. പി ദിവ്യ തെറ്റുകാര്യങ്ങൾ, എന്ത് തെറ്റ്? ആത്മഹത്യ പ്രേരണ. അപ്പൊ അതിലേക്ക് അവരെ ആദ്യം അവരുടെ കുറ്റകൃത്യം വളരെ ദുർബലമാക്കി. അതിനുശേഷം പി ദിവ്യ ചെയ്ത തെറ്റ് തിരുത്തി അവർക്ക് പാർട്ടിയിലേക്ക് മടങ്ങി വരാമെന്ന് വലിയൊരു ഓഫർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ കൊടുക്കുന്നു. പി ദിവ്യ പോലീസിന് എങ്ങനെ കൈമാറിയത്? പി ദിവ്യ എങ്ങനെയാണ് പോലീസിന് മുന്നിൽ ഹാജരായത്? ഒരു രാജ്ഞി കണക്കെയല്ലേ, അവർ തന്നെ ഡിക്റ്റേറ്റ് ചെയ്ത്, അവർ സമയവും തീയതിയും അവരുടെ സ്ഥലവും ഒക്കെ അവർ തന്നെ തീരുമാനിച്ചു. അവിടെ പോലീസ് എത്തി. പി ദിവ്യ പോലീസിനെ കൂട്ടിക്കൊണ്ട് സ്റ്റേഷനിലേക്ക് പോയി. എന്നിട്ട് പോലീസ് പി ദിവ്യക്ക് മുന്നിൽ കീഴടങ്ങുകയല്ലേ ചെയ്തത്. പൂർണ്ണ ധിക്കാരത്തോടുകൂടി, അഹങ്കാരത്തോടുകൂടി പി ദിവ്യ സ്റ്റേഷനിൽ ഇരിക്കുന്നതും അതിനുശേഷം മെഡിക്കൽ പരിശോധനയ്ക്ക് പോകുന്നതും കോടതിയുടെ മുന്നിലേക്ക് പോകുന്നതും ഒക്കെ നമ്മുടെ കൺമുന്നിൽ ദൃശ്യങ്ങൾ, കത്തുന്ന തെളിവുകളല്ലേ. അപ്പോൾ ആ അഹങ്കാരത്തിന് പിന്നിൽ പാർട്ടിയുടെ പിന്തുണയുണ്ട്. എന്തെല്ലാം പ്രസ്താവനകൾ കണ്ണൂർ ലോബിയുടെ ഭാഗത്ത് നിന്ന്. പി ദിവ്യ അസാധാരണമായ വിപ്ലവ പോരാട്ടമുള്ള ഒരു സഖാവാണ്. അവരുടെ പരീക്ഷണ കാലഘട്ടമാണിത്. ഈ പരീക്ഷണവും അതിജീവിച്ച് ഈ കടലും താണ്ടി അവർ കടന്നു വരും. പിന്നീട് രക്തഹാരമണിയിച്ച് അവരെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോകുന്ന ആ വിപ്ലവ നിമിഷങ്ങൾ, അതൊക്കെ പാർട്ടിക്ക് ഒരുപക്ഷെ നാളുകളിൽ വലിയ ആരവത്തോടുകൂടി ഉയർത്താൻ കഴിയുമായിരിക്കും. ഒരു വ്യാജ കേസിന്റെ പേരിൽ പി ദിവ്യ, ജയിലിൽ അടയ്ക്കപ്പെട്ട പി ദിവ്യ എന്ന് നാളെ ഒരിക്കൽ ഈ സെക്രട്ടേറിയറ്റിലെ ഈ വലിയ കസേരയുണ്ടല്ലോ, മന്ത്രിയുടെ ഒരു കസേര, അതിൽ കയറ്റിയിരുത്തി അവരെ വാഴ്ത്തുമ്പോൾ ഇത്തരം വാഴ്ത്തുപാട്ടുകൾ ഉപയോഗിക്കാം. പണ്ട് ശത്രുക്കൾ മെനിഞ്ഞ ഒരു കള്ളക്കേസിൽ പെട്ട ധീര സഖാവ് എന്നൊക്കെ അവർക്ക് വിശേഷണങ്ങൾ ചാർത്താം. അന്നത്തെ ഫോട്ടോ ഫ്ലാഷ് ബാക്കിനായി ഉപയോഗിക്കാം. ഇതൊക്കെ രാഷ്ട്രീയ നാടകങ്ങളാണ്. എത്രയോ രാഷ്ട്രീയ നാടകങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. കണ്ണൂർ ലോബിയാണ് കളിക്കുന്നത്. അവിടെ ആടിനെ പട്ടിയാക്കും, പട്ടിയെ പേപ്പട്ടിയാക്കും, അത് കഴിഞ്ഞ് അവർ തല്ലിക്കൊല്ലും. അതിന് സമാനമാണ്. നവീൻ ബാബുവിനെ അഴിമതിക്കാരനാക്കും. പക്ഷെ ഇത് അതിനുശേഷമല്ല.
നവീൻ ബാബുവിനെ അല്ലെങ്കിൽ പേപ്പട്ടി എന്ന് ആദ്യം ഒരു പട്ടിയെ തല്ലിക്കൊന്നിട്ട് പേപ്പട്ടിയാക്കുക, അതിന് സമാനമാണ് കാര്യങ്ങൾ. ഇപ്പോൾ എന്തായാലും പാർട്ടി തങ്ങളെ കൈവിട്ടു എന്ന് മഞ്ജുഷ ഇപ്പോൾ ഹൈക്കോടതിയിൽ പോയതോടുകൂടി തന്നെ അവർ അത് പറയാതെ പറയുന്നു. പക്ഷേ ഇനി അത്ര ഒരു സുഖകരമായിരിക്കില്ലല്ലോ ആ ഒരു കുടുംബത്തിന്റെ മുൻപോട്ടുള്ള പോരാട്ടം. അവരും ഒരു വലിയ ഉദ്യോഗസ്ഥയാണ്, ഒരു കസേരയിൽ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ അത്തരത്തിൽ ഈ കണ്ണൂർ ലോബി വെറുതെ ഇരിക്കാൻ സാധ്യതയില്ല. അതായത് CBI അന്വേഷണവുമായിട്ടാണ് അവർ മുൻപോട്ട് പോകുന്നത്. ഇനി അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? അത് ഈ നമ്മൾ ശരിക്കും മഞ്ജുഷയെ മനസ്സിലാക്കണം. ആദ്യ ഭർത്താവിന്റെ ആ മൃതദേഹം കൊണ്ടുവരുമ്പോൾ കരഞ്ഞ് തളർന്ന് ആ മൃതദേഹത്തിനരികിൽ നിൽക്കുന്ന ആ ഒരു സ്ത്രീയുടെ മുഖം നമുക്ക് ഓർമ്മയുണ്ട്. ദയനീയ മുഖമായിരുന്നു. അന്ന് ആ കുടുംബം തകർന്നല്ലോ എന്നോർത്ത് നമ്മളൊക്കെ വിലപിച്ചു. പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിൽ അവരുടെ മുഖത്തൊരു അസാധാരണ ധൈര്യം അവർ കൈവരിക്കുന്ന നമ്മൾ കണ്ടു. പിന്നീട് അവർ ഒരു പോരാട്ട വീര്യം അവരിലേക്ക് കടന്നു വരുന്നത് നമ്മൾ കണ്ടു. നീതി നടപ്പാകും വരെ താൻ പോരാട്ടത്തിനുണ്ടാകും എന്ന സൂചന പലപ്പോഴും അവർ കേരളത്തിൽ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ശക്തമായ നീക്കം, എനിക്ക് തഹസീൽദാർ ജോലി ഇനി വേണ്ട, പകരം ഞാൻ കളക്ടറേറ്റിലെ ഒരു സീനിയർ സൂപ്രണ്ടായിട്ട് ഇരുന്നോളാം എന്ന് സർക്കാരിനോട് ശക്തിയോടെ പറഞ്ഞപ്പോഴാണ്. അത് അവർ വെറുതെ പറഞ്ഞതല്ല, ഇത്തരമൊരു പോരാട്ടത്തിനുള്ള ഊർജം സംഭരിക്കുകയായിരുന്നു അവർ. കാരണം ഒരു തഹസീൽദാർ എന്ന നിലയിൽ അവരെ വേണമെങ്കിൽ കണ്ണൂരിലേക്ക് മറ്റേതെങ്കിലും ഒരു ബാലികേറ മൂലയിലേക്ക് അവരെ സ്ഥലം മാറ്റാം, അവരെ പലതരത്തിൽ സർക്കാരിന് പീഡിപ്പിക്കാം. മറുവശത്ത് അവരുടെ കുഞ്ഞുങ്ങൾ 2 പെൺകുട്ടികളാണ്. കുടുംബത്തിന്റെ ദൂരെ എവിടേക്കെങ്കിലും അവരെ സ്ഥലം മാറ്റിയാൽ അത് ബുദ്ധിമുട്ട് വരെ മാനസികമായി തകരും. അതുകൊണ്ട് തന്നെ അവർ തഹസീൽദാർ ജോലി ചെയ്യാനുള്ള മാനസികാവസ്ഥയിലല്ല താനെന്ന് പറയുന്നു. ഒരു ജില്ലാ കളക്ടറേറ്റിലെ സീനിയർ സൂപ്രണ്ട് കസേര മതി, താൻ ശാന്തമായി അവിടെ ഇരുന്ന് ജോലി ചെയ്തോളാം എന്ന് സർക്കാരിന് മുന്നിൽ അപേക്ഷ വയ്ക്കുന്നു. ആ അപേക്ഷയ്ക്ക് മുന്നിൽ കണ്ണടയ്ക്കാൻ സർക്കാരിന് കഴിയില്ല. കാരണം പൊതുസമൂഹത്തിന്റെ വികാരമുണ്ട്. ഈ പൊതുസമൂഹം പലപ്പോഴും ശക്തി കാട്ടുന്നത് തെരഞ്ഞെടുപ്പുകളിലാണ്. ഇത് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപിലാണ്. പക്ഷെ അവിടെയും അങ്ങേയറ്റം വിവേകത്തോടെയാണ് പി ദിവ്യക്കെതിരെയുള്ള കരുക്കൾ മഞ്ജുഷ നീക്കിയത്. ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിരുന്നു ഇത്തരമൊരു ഹൈക്കോടതിയിലെ ജാമ്യ ഹർജിയുമായുള്ള നീക്കമെങ്കിൽ അത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയേനെ. അപ്പോൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട ഒരു അട്ടിമറി ശ്രമമാണ് ഇത് എന്ന തരത്തിൽ പോലും വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യാം. അത് വേണ്ട, ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് വേണ്ട. മഞ്ജുഷയുടെ നീക്കം ശക്തമാണ്. ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അവർ കാത്തിരുന്നു. അതിനുശേഷമാണ് അവർ ഹൈക്കോടതിയിലേക്ക് പോയത്. ഹൈക്കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് താനിതാ ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്ന് അവർ മാധ്യമ സമ്മേളനം നടത്തി പറഞ്ഞില്ല. ആദ്യം അവർ പറഞ്ഞു ഞാൻ ഹർജി നൽകുമെന്ന് പറഞ്ഞു. പക്ഷേ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച് ഹർജി നൽകുമെന്ന് അവർ ഒരു മാധ്യമപ്രവർത്തകരോടും പറഞ്ഞില്ല. അപ്പോൾ വളരെ ശക്തമായ കരുത്താർന്ന ചടുലമായ നീക്കങ്ങൾ. ഈ കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥന്റെ അമ്മ ഷീബ ഇവിടെ വന്നിരുന്നു. അപ്പൊ ഞാൻ സംസാരിച്ചപ്പോൾ അവര് എന്നോട് പറഞ്ഞു, ഞാൻ മഞ്ജുഷയുമായി സംസാരിച്ചു, അവരുടെ വിഷമം എനിക്ക് മനസ്സിലാവും, ഞാൻ ഒരു സ്ത്രീ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, നവീൻ ബാബുവിന്റെ കൊലപാതകം ഇനി തെളിയിക്കപ്പെടും? അത് തെളിയിക്കപ്പെടും. അവർ വളരെ ആത്മവിശ്വാസം. കാരണം സ്വന്തം മകനെ കൊന്ന ആ കൊടും ക്രൂരരായ കുറ്റവാളികളെ പരീക്ഷയ്ക്ക് ഇരുത്താൻ സമ്മതിച്ചതിന്റെ വേദനയിൽ ഇവിടെ വന്ന ഒരമ്മയാണ് ഷിബ. ഞാൻ ചോദിച്ചാൽ എന്താ കാരണം? അപ്പോൾ വളരെ വ്യക്തമായ മറുപടി. ഞാൻ മഞ്ജുഷയുമായി സംസാരിച്ചപ്പോൾ ആ സ്ത്രീയിൽ, മഞ്ജുഷയിൽ ഒരു അസാധാരണ കരുത്തി ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചാൽ അതെന്താണ്? അവര് പോരാടും, ഏത് അറ്റം വരെ പോയി അവർ നിയമപരമായി പോരാടും. ഷീബയ്ക്ക് കിട്ടിയ ഒരു ഇൻസൈറ്റ് ആണ് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ. അവര് ഷീബയോട് പറഞ്ഞാണ്. കാരണം ആ 2 സ്ത്രീ കേരളത്തിൽ കത്തുന്ന മനസ്സോടെ നിൽക്കുന്ന, ആ കണ്ണിൽ നിന്ന് വരുന്നത് തീക്കാറ്റ, ചുടുനിണമൊന്നുമല്ല. അവരുടെ ആ ഒരു കണ്ണിലെ തീഷ്ണതയിൽ എല്ലാം വെന്തുരുകിപ്പോകും. അത്രയും ഉള്ളുകൊണ്ട് വെന്തുരുകുന്ന 2 സ്ത്രീകളാണ്. അപ്പൊ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു വേവ് ലെങ്ത് അത് നമുക്ക് മനസ്സിലാകാം അവരുടെ സംഭാഷണത്തിൽ നിന്ന്. അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഈ മഞ്ജുഷ ശക്തമായ നീക്കങ്ങൾ നടത്തുമെന്ന്. അപ്പൊ ഇന്ന് ഹൈക്കോടതിയിലെ ഇത്തരം വാദങ്ങളും അതിലപ്പുറം മഞ്ജുഷയുടെ നിശ്ചയദാർഢ്യമുള്ള പോരാട്ടവും വിലയിരുത്തുമ്പോൾ ഇതേ ഒരു ഉൾക്കാഴ്ചയാണ് നമുക്ക് വരുന്നത്. ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഒരു കൊലപാതകം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഒരു ഗോവിന്ദന്റെ ഇത്തരം ഉമ്മാക്കികൾക്കും നിലനിൽപ്പില്ല. CBI എത്തേണ്ടതാണെങ്കിൽ CBI വരും, ഇല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ഇനി ഏറ്റെടുത്താൽ പോലും ഏതെങ്കിലും ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ ഈ ദൈവത്തിന്റെ ഇടപെടൽ പോലെ ആ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തും. അതൊക്കെ എല്ലാം മൂടിവെക്കപ്പെടാൻ ഒരു പരിധിയുണ്ട്. കഴിഞ്ഞ ദിവസം ഈ മഞ്ജുഷ ഹൈക്കോടതിയിലേക്ക് പോയതിനു ശേഷം KK രമ പ്രതികരിച്ചിരുന്നു. KK രമ അവരുടെ വീട്ടിൽ പോയി അവരുമായി സംസാരിച്ചതാണ്. അപ്പോൾ KK രമ പറഞ്ഞ ഒരൊറ്റ പ്രസ്താവനയാണ്. അതായത് ഇതിൽ എന്താണ് സംശയം? CPM-കാർ അദ്ദേഹത്തെ കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്നുള്ള ഒരു പ്രഖ്യാപനമാണ്. ആദ്യം പറയുന്ന രമയാണ്. കാരണം
സിവിൽ ഡെത്ത് എന്നൊരു വാക്ക് ഈ ഇവരുപയോഗിച്ചു, നമ്മുടെ പി ദിവ്യ. ആ സിവിൽ ഡെത്ത് എന്നൊരു വാക്ക് പെട്ടെന്ന് ആ അധിക്ഷേപ പ്രസംഗത്തിനിടയിൽ മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധയിൽ അത്ര പെട്ടില്ല. രണ്ടാം ദിവസം ഒരു ചാനൽ ചർച്ചയിൽ രമയാണ്, കെ രമയാണ്, ആ പി ദിവ്യ സിവിൽ ഡെത്ത് നൽകുമെന്നാണ് പറഞ്ഞത്. അത് ഒരു കൊലപാതകത്തിന്റെ കൃത്യമായ സന്ദേശമാണ്. അപ്പോൾ കെ രമ അങ്ങനെ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ മഞ്ജുഷ ഹൈക്കോടതിയിലേക്ക് പോകുന്നു. ഇപ്പോൾ പറഞ്ഞ സിദ്ധാർത്ഥന്റെ അമ്മ, ഇവരെല്ലാം ഈ CPM-നാൽ ദ്രോഹിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകളാണ്. അപ്പോൾ ശരിക്കും CPM എപ്പോഴും പറയുന്നത് എന്താണ്, ഞങ്ങൾ സ്ത്രീപക്ഷക്കാരാണ് എന്ന് പറയുമ്പോഴും ഇവർ ഏറ്റവും കൂടുതൽ അങ്ങേയറ്റം ഇല്ലാതാക്കി കളഞ്ഞിട്ടുള്ളത് ഈ സ്ത്രീകളെയാണ്. അപ്പോൾ പാർട്ടിക്കെതിരെ സ്ത്രീകളുടെ ഒരു വലിയ വികാരം എതിരാകുന്നില്ലേ? ഇത് തെരഞ്ഞെടുപ്പുകളിൽ ഒരു പ്രതിഫലിക്കില്ലേ? ഉറപ്പായും അല്ല, അത്തരം വികാരങ്ങള് CPM-ന് വലിയ വിലയില്ല. കാരണം ഇതൊരു പാർട്ടി കുടുംബമല്ലേ നവീൻ ബാബുവിൻ്റെ. അവരുടെ കുടുംബം ഒരു തികഞ്ഞ പാർട്ടി കുടുംബമാണ്, അച്ചടക്കമുള്ള പാർട്ടി കുടുംബമാണ്. നമ്മൾ അവരുടെ നവീൻ ബാബുവിന്റെ അച്ഛന്റെ കുറിച്ചുള്ള വാർത്തകൾ, നവീൻ ബാബുവിന്റെ ഭാര്യയുടെ യൂണിയൻ മെമ്പർഷിപ്പ്, ഇതേക്കുറിച്ചെല്ലാം നമ്മൾ കേട്ടതല്ലേ. സ്വന്തം പാർട്ടി കുടുംബത്തിൽപ്പെട്ട ഒരാളെ കൊലപാതകത്തിലേക്ക് തള്ളിവിടാൻ മടിയില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം ഫാസിസത്തിൽ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഹമാസ്, അവര് ഏതെങ്കിലും ഒരു പലസ്തീനിയൻ ഹമാസ് അനുഭാവി തങ്ങൾക്ക് ദോഷകരമായി പ്രവർത്തിക്കുന്നുവെന്ന് കണ്ടാൽ ഇസ്രയേലിന്റെ സൈന്യത്തെക്കാൾ ക്രൂരമായി അവരെ കൊന്നൊടുക്കാൻ മടിയില്ലാത്തവരാണ്. സമാനമാണ് ഈ ചെയ്തിയും. അത് നാസിസത്തിന്റെ അല്ലെ ഫാസിസത്തിന്റെ ഏറ്റവും വൈകൃത രൂപമാണ്. അത് നമ്മൾ കണ്ണൂരിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ കൊലപാതകത്തിന് പിന്നിൽ നിഗൂഢതകളുണ്ട്, ഏറെ നിഗൂഢതകളുണ്ട്. കാരണം ഞങ്ങളുടെ നേർക്ക് കൈ ചൂണ്ടിയാൽ, ഞങ്ങൾ പറയുന്ന അനുസരിക്കാതിരുന്നാൽ നിങ്ങളുടെ ജീവൻ എടുക്കും, നിങ്ങൾ തകർക്കപ്പെടും എന്നുള്ള സന്ദേശം കൂടി ശത്രുക്കൾക്ക് കൊടുക്കുകയാണ് ലക്ഷ്യം. ശരിക്കും MV ഗോവിന്ദൻ പറയുന്നു ഞങ്ങൾ ഈ കുടുംബത്തോടൊപ്പമാണ് എന്ന് ആദ്യം പ്രഖ്യാപിച്ചത് MV ഗോവിന്ദനാണ്. പക്ഷെ ഇപ്പോഴും അവർ ശ്രമിക്കുന്നത് ഈ നവീൻ ബാബു കുറ്റക്കാരനാണ്, കൈക്കൂലിക്കാരനാണ് എന്ന് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് തെളിയിച്ചിട്ട് പി ദിവ്യയെ സംരക്ഷിച്ചെടുക്കാനല്ലേ? അല്ല, നവീൻ ബാബു ഒരു കൈക്കൂലിക്കാരനാണ്, അഴിമതിക്കാരനാണ്, അയാൾ ആത്മഹത്യ ചെയ്തതാണ് എന്ന് പോലീസ് അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ജൂനിയർ കോർട്ടിൽ കൈമാറി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും അധികം വിജയിക്കുന്നത് പി ദിവ്യയാണ്. അതിലപ്പുറം CPM എന്ന പാർട്ടിയാണ്. കാരണം ആരോപണങ്ങളെല്ലാം ഞങ്ങൾ കഴുകിക്കളഞ്ഞു. അതൊരു ആത്മഹത്യ എന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതല്ലേ. അതിൽ ചെന്നെത്തും കാര്യങ്ങൾ. പക്ഷെ മറുവശത്ത് എന്താ, ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം എന്ന വീൺവാക്ക് ആവർത്തിച്ച് അത് ഗോവിന്ദൻ മാത്രമല്ല, പിണറായി വിജയൻ പറഞ്ഞു, പാർട്ടിയുടെ എത്രയോ നേതാക്കൾ പറഞ്ഞു. പക്ഷെ നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് കൈചൂണ്ടി പറയാൻ ഒരു മലയാലപ്പുഴ മോഹൻ എന്ന ഒരു പാർട്ടി പ്രവർത്തകനും പാർട്ടിയുടെ പ്രാദേശിക നേതാവും ഉണ്ടായിരുന്നു പത്തനംതിട്ടയിൽ. അത് നമ്മൾ മറക്കാതെ പോകരുത്. എപ്പോഴും നിങ്ങൾ നഗ്നനാണ് എന്ന് പറയുന്ന ഒരു ചൂണ്ടുവിരലായിരുന്നു മലയാലപ്പുഴ മോഹൻ ഉയർത്തിയത്. മോഹന്റെ വാക്കുകളിൽ അന്ന് അഗ്നിയായിരുന്നു. കാരണം അതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന് തീർത്ത് പറഞ്ഞത് മലയാലപ്പുഴ മോഹൻ. അവരുടെ ഒരു കുടുംബ ബന്ധു ഈ നവീൻ ബാബുവിന്റെ പാർട്ടിക്കാരനാണ്, CT നേതാവാണ്, പാർട്ടി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്. എന്നിട്ടും യാതൊരു ഭയവുമില്ലാതെ ശക്തമായി ചൂണ്ടുവിരലുയർത്തി ഈ കൊലയാളികൾക്ക് നേരെ. എന്നാൽ മറുവശത്ത് കണ്ണൂരിൽ എന്താ സംഭവിച്ചത്? പി ദിവ്യക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചപ്പോൾ അത് തെറ്റായിപ്പോയി എന്ന് കണ്ണൂർ ലോബി പറഞ്ഞു. പുറത്തു വന്ന ദിവ്യ ആകെ പരിവർത്തനം ചെയ്ത് തെറ്റുതിരുത്തി കടന്നു വരുന്നത് കാത്തിരിക്കുക MV ഗോവിന്ദൻ. MV ഗോവിന്ദന്റെ ഭാര്യ എന്തിനാ പോയി സ്വീകരിച്ചത് പി ദിവ്യയെ? അപ്പോൾ ദുരൂഹതകളുണ്ട്. അതിൽ എന്തിനാണ് MV ഗോവിന്ദൻ ഇത്ര വെപ്രാളം? അപ്പോൾ അവിടെ ഹൈക്കോടതിയിൽ ഹർജി എടുക്കുമ്പോൾ ഗോവിന്ദന്റെ മൂട്ടിൽ തീ പിടിച്ചോടുകയാണ്. ഇത് നിസ്സാരമല്ല. അപ്പൊ നമ്മൾ ഒരു കൃത്യമായ കുറ്റവാളികളിലേക്ക് ഇപ്പോൾ വിരൽ ചൂണ്ടാനുള്ള സമയമായി. എന്തായാലും ഇപ്പോൾ മഞ്ജുഷ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് CBI അന്വേഷണം വേണം, സർക്കാരിന്റെ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന ഈ അന്വേഷണത്തിൽ തങ്ങൾ തൃപ്തരല്ല എന്ന് അവർ വ്യക്തമാക്കുന്നു. എന്നാൽ CPM ഇപ്പോൾ പാർട്ടി അവരുടെ നയം പോലെയാണല്ലോ. MV ഗോവിന്ദൻ പറയുന്നു CBI അന്വേഷണം വേണ്ട. എന്തായാലും ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂല മറുപടി ഉണ്ടാകാൻ കാത്തിരിക്കുകയാണ് കേരളവും. കാരണം ഇതിന്റെ സത്യാവസ്ഥകൾ പുറത്തു വരേണ്ടത് കേരളത്തിന്റെ കൂടി ആവശ്യമാണ് എന്നുള്ളതാണ്. നമുക്ക് കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.